ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിനീഷ് ബാസ്റ്റിൻ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന കോമഡി പ്രോഗ്രാമിലൂടെ മലയാളി കുടുംബ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു താരമാണ്. ടീമേ എന്നാണ് ബിനീഷിനെ എല്ലാവരും വിളിക്കാറുള്ളത്. ഇതിനു മുൻപ് അദ്ദേഹം കേരളത്തിൽ പ്രശസ്തനായത് വിജയ് ചിത്രപാടിലെ തെരിയിൽ ഒരു വില്ലൻ റോൾ അവതരിപ്പിച്ചതിലൂടെയാണ്. എന്തായാലും വിവാഹമെല്ലാം കഴിഞ്ഞ് ബിനീഷ് തന്റെ ഫാമിലിയോടൊപ്പം സന്തോഷകരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിനീഷിന്റെ യൂട്യൂബ് ചാനലിൽ അമ്മയും ഭാര്യയും ഒത്തുള്ള വ്ലോഗുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അത്യാവശ്യം വ്യൂവർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ജീവിച്ചു പോകുന്നുണ്ട്. പഴയ പോലെ അധികം പ്രോഗ്രാമുകളോ ഇനാഗ്രേഷനോ ഒന്നും ബിനീഷിന് ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുകൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു വരുമാനം കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ ദിവസമായിരുന്നു ബിനീഷിന്റെ ജന്മദിനം. അന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള അനസ് പാണാവള്ളി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഒരു പോസ്റ്റോട് കൂടി തന്നെയാണ് ഈ ഒരു വിവാദം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു പോസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഈ ബന്ധത്തിന്റെ വില തിരിച്ചറിയുന്ന ഒരു സമയം വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ബിനീഷ് ബാസ്റ്റിന് 1000 പിറന്നാൾ ആശംസകൾ. ഇതിന് തൊട്ട് പിന്നാലെ ബിനീഷ് ബാസ്റ്റിൻ ഇതേ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് മറ്റൊരു പോസ്റ്റ് പങ്കുവച്ചു. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ബർത്ത്ഡേ വിഷ് ചെയ്തതിന് വളരെ സന്തോഷം. ഓട്ടോറിക്ഷയുടെ ഇൻഷുറൻസും ടെസ്റ്റും മുടങ്ങിയിട്ട് ഒരുപാട് നാളായി എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു തുക കടമായി മേടിച്ചു. പറഞ്ഞ ഡേറ്റും കഴിഞ്ഞു, വീണ്ടും 2 മാസം കഴിഞ്ഞു. ചോദിച്ചപ്പോൾ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോടാ എന്ന്. പിന്നീട് എൻ്റെ കല്യാണ ആവശ്യങ്ങൾക്കായി നിരവധി തവണ ഇദ്ദേഹത്തെ വിളിച്ചു. ഞാൻ മടുത്തു. അതിനുശേഷം 90% പൈസ തന്നു. ഞാൻ സുഹൃത്ത് എന്ന നിലയിൽ സഹായിച്ചതാണ്. ഞാൻ പലിശയ്ക്ക് കൊടുത്ത പൈസ അല്ല. ലോട്ടറി അടിച്ചാൽ പോലും കടം മേടിച്ച പൈസ തിരിച്ചു തരാത്ത ആൾക്കാരാണ് നമ്മൾക്കിടയിലുള്ളത്. ഇനിയും എൻ്റെ ക്യാഷ് തരാനുണ്ട്. ഞാനും അധ്വാനിച്ച് തന്നെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്. നുണ പറഞ്ഞ് ക്യാഷ് മേടിച്ചതാണ്. ഈ സൗഹൃദം സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം ആദ്യം ബാക്കി തരാനുള്ള പൈസ തന്നിട്ട് പഴയ സൗഹൃദം പുതുക്കാം. ഇതാണ് ബിനീഷ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതോടുകൂടി തന്നെ ഈ സുഹൃത്ത് ബന്ധം തകർന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊരു വിശദീകരണവുമായിട്ട് അനസ് പാണാവള്ളി രംഗത്ത് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ കാണുന്ന ആളുകളോട് ദയവ് ചെയ്ത് സുഹൃത്തുക്കൾക്ക് പണം കടം നൽകി സഹായിക്കരുത്. അങ്ങനെ പണം കടം നൽകി നമ്മൾ സഹായിച്ച സുഹൃത്തുക്കൾ നമ്മളുടെ ശത്രുക്കളായി മാറുന്ന കാലമാണിത്. അനുഭവം ഗുരു. എനിക്കും അനുഭവങ്ങൾ ധാരാളമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മറ്റാരെ സഹായിച്ചാലും സുഹൃത്തുക്കളെ പണം നൽകി സഹായിക്കരുത്. അതും കടമായിട്ട്. അത് പിന്നീട് നമുക്ക് ഏറ്റവും വലിയ ഒരു ശത്രുവിനെയാണ് നമുക്ക് സമ്പാദിച്ചു തരുന്നത്. ആ പണം കടം കൊടുത്തത് തിരിച്ചു ചോദിക്കുന്ന അന്ന് മുതൽ അവന് നമ്മൾ ശത്രുവാകും, അവൻ്റെ കുടുംബക്കാർക്കും നമ്മൾ ശത്രുവായി മാറും. അതുകൊണ്ടാണ് പറഞ്ഞത്, ദയവ് ചെയ്ത് ഇത്തരം കുരുക്കുകളിൽ ചെന്ന് വീഴരുത്. ഇപ്പോൾ ബിനീഷിനും ഇദ്ദേഹം ഒരു ശത്രുവിന്റെ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇതിന് മറുപടിയായിട്ട് അനസ് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടുപോകാം. നമസ്കാരം. അനസ് പാണാവള്ളി. ഞാൻ വളരെ പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടും സങ്കടം സഹിക്കവയ്യാതെയാണ് ഈ വീഡിയോവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. 2 പെൺമക്കളും ഭാര്യയും പിതാവും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം ഞാനാണ്. എന്റെ ഉപജീവനം ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കഴിഞ്ഞ 9 വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ കൂടിയാണ്. ഇന്നിപ്പോ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ബിനീഷ് ബാസ്റ്റിന്റെ ഒരു പോസ്റ്റ് ആളുകൾക്ക് ഇടയിലുണ്ടായ തെറ്റിദ്ധാരണ വലുതാണ്. എന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വിളിക്കുകയും എന്നെ പേഴ്സണലായി വ്യക്തിഹത്യ എന്നെയും കുടുംബത്തെയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഉണ്ടായിട്ടുള്ളത്. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ നാഥനാണ് ഞാൻ. ഞാനും ബിനീഷ് ബാസ്റ്റിനും തമ്മിൽ കഴിഞ്ഞ 6-7 വർഷക്കാലമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന സൗഹൃദത്തിലെ ഉപരി എന്റെ ഒരു സഹോദരന, എന്റെ ഒരു അനിയനെ പോലെയാണ് ഞാൻ അദ്ദേഹവുമായി ഇടപെടുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഞാനൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ട് 6 ലക്ഷം രൂപ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ്. ഇന്ന് ബിനീഷിന്റെ പോസ്റ്റില് ആളുകൾ ഞാൻ ഒരു 10-20 ലക്ഷം രൂപ അദ്ദേഹത്തെ പറ്റിച്ചുന്ന തരത്തിൽ, തെറ്റിദ്ധരിക്കുന്ന തരത്തിലാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് TV ചാനലുകൾ, ഓൺലൈൻ ചാനലുകൾ ഒക്കെ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ നിജസ്ഥിതി നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത്. അദ്ദേഹവുമായി 2025
ഓഗസ്റ്റ് 16 എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു 30,000 രൂപ കടം വാങ്ങിയിട്ടുണ്ടായി. 3 മാസത്തെ സാവകാശം നൽകണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹവുമായിട്ട് ഞാൻ കടം വാങ്ങിയിട്ടുള്ളത്. 3 മാസം അവധി എത്തിയപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറയാണ്, എനിക്കിന്ന് പൈസ തരാൻ പറ്റൂല, കുറച്ച് സാവകാശം കൂടി തന്നെ, ഞാൻ ഒരു 2-3 മാസം കഴിയുമ്പോൾ തിരിച്ച് തന്നോളാം എന്ന് പറഞ്ഞ്, അപ്പൊ ആ ശരി എന്നും പറഞ്ഞ് പുള്ളി കട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് 1 മണി ആ വണ്ടി കൊണ്ടൊന്ന് വീട്ടിലിട്ടേക്കാൻ പറഞ്ഞു. ഓട്ടോറിക്ഷ. ആ ഓട്ടോറിക്ഷ എന്റെ ജീവനും എന്റെ ജീവിതവും എന്റെ ഉപജീവന മാർഗവുമാണ്. ആ ഓട്ടോറിക്ഷ കാരണം 5 ജീവിതങ്ങളും അതിലുപരി വേറെ ഒരുപാട് ആളുകളും ജീവിക്കുന്നതാണ്. അതെനിക്ക് വലിയ വിഷമുണ്ടാക്കി. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹവുമായ ഒരു വാക്ക് തർക്കമോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു കുറ്റപ്പെടുത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ക്രിസ്മസിന് എന്നെ വന്ന് കണ്ട് കല്യാണം വിളിച്ച്. പക്ഷെ എനിക്ക് ഉണ്ടായ ഒരു വിഷമം ഇതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞ സമയത്ത് ഈ 30,000-ൽ 25,000 രൂപ ഞാൻ അദ്ദേഹത്തിന് നൽകി. ഇനി അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് 5,000 രൂപയാണ്. ഈ 5,000 രൂപക്ക് എന്നെ സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കുകയും എനിക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അത് അദ്ദേഹത്തിന്റെ മാന്യത. ഇതിനകത്ത് ഒരു കോമഡി ഉണ്ട്. 5,000 രൂപയാണ് ഇദ്ദേഹം ഇനി മടക്കി കൊടുക്കാനുള്ളത്. പക്ഷേ ഈ ഒരു വിവാദത്തിന് തുടക്കമിട്ടത് ബിനീഷ് ബാസ്റ്റിനല്ല. നമുക്ക് ആ ഒരു പിറന്നാൾ വിഷസ് കാണുമ്പോൾ തന്നെ അറിയാം. അദ്ദേഹത്തിനോട് നൽകിയ ആ ഒരു ബർത്ത്ഡേ വിഷ് അതിനകത്ത് പറയുന്നുണ്ട്, ഈ സൗഹൃദത്തിന്റെ വില നീ അധികം വൈകാതെ അറിയും. അങ്ങനെ പറയുമ്പോഴത്തെ സ്വാഭാവികമായിട്ട് എല്ലാവരും ബിനീഷ് ബാസ്റ്റിനെ സൈബർ ബുള്ളിങ് ചെയ്യും. അദ്ദേഹം ഒരു സെലിബ്രിറ്റി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ ബിനീഷ് ബാസ്റ്റിനെ കാര്യമറിയാതെ വിമർശിക്കാണ്ട് വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു പ്രിക്കോഷൻ എടുക്കും. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വിശദമായിട്ട് ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചത്. അത് ഇദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. അതാണ് സത്യാവസ്ഥ. അദ്ദേഹത്തിനെ വലിച്ച് ഒരു കോൺട്രവേഴ്സിയിലേക്ക് ഇടാണ്ട് ശ്രമിച്ചു. അദ്ദേഹം തിരിച്ചൊരു പണി പണിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം വിട്ടുപോയി. അതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. മര്യാദയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിലവിൽ ഒരു വ്യക്തി എന്ന നിലക്ക് 6 ലക്ഷം രൂപ പലർക്കും കൊടുക്കാനുണ്ട്. അത് കൊടുത്ത് വീട്ടുക തന്നെ ചെയ്യും. അത് ഞാൻ ചെയ്യുന്ന ചാരിറ്റി, ഞാൻ പറയാം, അതൊരു മനസ്സാണ്. നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളിൽ നിന്നും നമ്മളിലൂടെ മറ്റൊരുത്തിനെ സഹായിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അതും ചെയ്യുന്നത്. ഒരു അനർഹമായ 1 രൂപ പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വീടുണ്ടായത് ഈ കഴിഞ്ഞ വർഷമാണ്. ഞാൻ എത്ര നാള് ദുരിതത്തിലും, ഞാനും എന്റെ മക്കളും ദുരിതത്തിലും പ്രയാസത്തിലും ഒക്കെ കടന്ന് അനുഭവിച്ചതാണ്. അപ്പോഴാണ് എനിക്കൊരു വീട് ഉണ്ടായത്. അതുമായിട്ട് ബന്ധപ്പെട്ടും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും 6 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്. ബിനീഷ് ബാസ്റ്റിൻ എന്ന പ്രിയപ്പെട്ട സഹോദരനും സുഹൃത്തിനും കൊടുക്കാനുള്ളത് 5,000 രൂപയാണ്. ആ 5,000 രൂപക്കാണ് ആളുകളുടെ മുമ്പിൽ എന്നെ നാണം കിടന്നത്. പല ആൾക്കാരും വിളിച്ചിട്ട് പുള്ളിക്ക് ലക്ഷങ്ങൾ കൊടുക്കാനുണ്ട എന്ന തരത്തിലാണ് സംസാരിച്ചത്. പിന്നെ ബിനീഷ് എന്ന വ്യക്തി നിങ്ങൾക്കൊരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും അറിയാവുന്ന അദ്ദേഹത്തിന്റെ വീഡിയോയും സംഗതിയൊക്കെ കണ്ടിട്ട്. പക്ഷെ ബിനീഷ് എന്ന വ്യക്തി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് 7 വർഷം കൊണ്ട് കൂടെ നടന്ന് കണ്ടവനാണ് ഞാൻ. അപ്പൊ ആരെയും കുറ്റപ്പെടുത്താനും ഒന്നുമല്ല, ഈ എന്റെ നിജസ്ഥിതിയും സത്യാവസ്ഥയും ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി പറയാ, ദൈവ തൃപ്തിക്ക് വേണ്ടി എന്റെ ചാരിറ്റിയും തുടരും. നിങ്ങളുടെ സ്നേഹവും കരുതലും ഒക്കെ ഒപ്പം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ പൈസ നമ്മൾ എല്ലാവർക്കും കുറേശ്ശെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ എല്ലാവർക്കും കടണ്ടാവാം. അതിനൊരു മനുഷ്യനെ ഇത്തരത്തിൽ താറടിച്ച് കാണിക്കരുതെന്നൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. നന്ദി, നമസ്കാരം. സോ ഇതാണ് അനസ് പാണാവള്ളിക്ക് പറയാനുള്ളത്. ഞാൻ ഇപ്പോഴും തുറന്ന് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, കൊടുക്കാനുള്ളത് 50 ആണെങ്കിലും 5,000 ആണെങ്കിലും അത് കൊടുക്കേണ്ട തുകയാണ്. പക്ഷേ അങ്ങനെ ഒരാൾക്ക് പണം മടക്കി നൽകാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നൽകേണ്ടതിന് പകരം അയാളെ സമൂഹത്തിന് മുന്നിൽ തേജോവധം ചെയ്യാണ്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്വയം നാറും. അതൊന്നും മനസ്സിലാക്കുക. സോ ഇതിനിടയിൽ മറ്റൊരു വിദ്വാൻ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. NM ബാദുഷ, ആളെ അറിയാമല്ലോ. ഒരു നടന്റെ നിന്ന് 10-20 ലക്ഷം രൂപ കടം വാങ്ങിയിട്ട് അത് ഇതുവരെ കൊടുക്കാതെ അയാളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ ഒരു പൊതിച്ചോറ്, അതല്ലെങ്കിൽ ദോശയോ സാമ്പാറോ, കയ്യിൽ കിട്ടുന്നതൊന്നും ഇരുളിൽ തങ്ങി നിൽക്കുന്ന ദൈന്യ ജീവിതങ്ങളിലേക്ക് ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതവും സുമനസ്സുകളുടെ സഹായം കൊണ്ട് കഴിഞ്ഞ 8 വർഷം പിന്നിടുകയാണ് അനസ് പാണാവള്ളി. തെരുവിലെ ഭക്ഷണം വിതരണം, ഇതിനോടൊപ്പം തന്നെ ഒട്ടനവധി
നന്മ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന വിശപ്പിനെതിരെയുള്ള മനസ്സിന്റെ പോരാട്ടങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പിന്തുണയും. നമുക്ക് പങ്കുചേരാം ഈ നന്മയിൽ. നല്ല രസമുണ്ട്. ഇത് പുള്ളിയുടെ ലേറ്റസ്റ്റ് പോസ്റ്റ് അല്ല കേട്ടോ, പഴയൊരു പോസ്റ്റാണ്. എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ബിനീഷാണോ തെറ്റുകാരൻ, ഈ പറഞ്ഞ അനസാണോ തെറ്റുകാരൻ? ഒരു 10 രൂപ നമ്മൾ കടം മേടിച്ചു കഴിഞ്ഞാൽ അത് കടം തന്നെയാണ്, അത് തിരിച്ചു നൽകേണ്ട ഉത്തരവാദിത്വം നമ്മളുടേതാണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് സുഹൃത്തുക്കൾക്ക് ഒരു 10 രൂപ ക്യാഷ് കടം കൊടുക്കരുത്. നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും പണം കടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ശത്രുവിനെയാണ് സ്വയം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നിങ്ങൾ ഓർക്കുന്നത് നന്ന്. ശരിയാണോ?